ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് ഈവനിങ്. ഇത് നാട്ടിലെ സമയമാണ്. നാട്ടിലിപ്പം 8:02 നാട്ടിലിപ്പോൾ 8:02 ഇവിടെ എത്ര മണിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 6:32 ഞാൻ ഇരിക്കുന്നത് നമ്മുടെ ടെറസിലാണ്. നിങ്ങൾക്ക് ടെറസ് ഒന്ന് കാണിച്ചു തരാം. ആണ്ടെ, ഇവിടുത്തെ 6:30 നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെട്ടാപ്പകൽ വെട്ടം, നല്ല വെട്ടം കണ്ടോ, എന്ത് ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. പിന്നെ കാറ്റ് അടിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വൈകിട്ട് വന്നിരിക്കാൻ നല്ല രസമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വൈകിട്ട് വന്നിരിക്കും. ഫോൺ തൽക്കാലം താഴെ വയ്ക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഇന്ന് നമ്മൾ രാവിലെ ഒരു അമ്പലത്തിൽ പോയായിരുന്നു. ഇന്ന് അവധി, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈദിൻ്റെയൊക്കെ അവധി ആയത് കാരണം എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് ഇന്ന് കറങ്ങാൻ പോയതല്ല, 2 അമ്പലത്തിൽ തൊഴാൻ പോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ജസ്റ്റ് ഒരു ചെറിയൊരു വ്ളോഗ് പോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ വ്ളോഗ് ഇരുന്ന് അമ്മ കാണുന്നതാണ്. അമ്മ കുറേ സജഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ തിരുത്താനുണ്ട്. അപ്പോൾ അതൊക്കെ തിരുത്തി ഒരു നല്ല കിടിലൻ വ്ളോഗാക്കി ഇനി തൊട്ടുള്ള വ്ളോഗുകൾ അങ്ങനെ സെറ്റാക്കണം. എൻ്റെ വ്ളോഗ് കാര്യങ്ങൾ അമ്മ കണ്ടിട്ട് ഓരോരോ കുറ്റം കുറവും പറഞ്ഞു തരാറുണ്ട്. അത് ഞാൻ അന്നേരം മൈൻഡ് ചെയ്തില്ല, പക്ഷേ കറക്റ്റാണ് കാര്യങ്ങൾ. എൻ്റെ മറ്റേ വ്ളോഗിനകത്ത് എനിക്ക് തോന്നുന്നു സോങ്ങൊക്കെ ചിലവ് കൂടുതൽ കേൾക്കുന്ന പോലെ തോന്നും, പറയുന്നൊന്നും കേൾക്കത്തില്ല. പിന്നെ അന്നത്തെ കണ്ടീഷനല്ല ഇന്നത്തെ കണ്ടീഷൻ. തൊണ്ടയ്ക്കൊന്നും ഒച്ചയില്ലായിരുന്നു, മൂക്ക് കടഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ മാറിയിട്ടില്ല, സൗണ്ടൊക്കെ ഓക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോയതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഇനിയുള്ള വ്ളോഗുകളിൽ എല്ലാ സാധനങ്ങളും പരിഹരിച്ച് നമ്മൾ കിടിലിനായിട്ട് സെറ്റ് ചെയ്ത് ഇനി തൊട്ട് വ്ളോഗുകൾ ഇറക്കും. അതിനുവേണ്ടി ഇത് മൈക്കൊക്കെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ മൈക്ക് ഇരിപ്പുണ്ട്. മിക്കവാറും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാറ്റടിക്കുന്ന കാറ്റിൻ്റെ സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കേൾക്കുവാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ വ്ളോഗിൽ നല്ല പാട്ടൊന്നും ഇല്ലാതെ ഒരുവിധം മര്യാദയ്ക്ക് എടുക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ നിങ്ങളെന്തായാലും നമ്മൾ അമ്പലത്തിൽ പോയി കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ വൈകിട്ടായതുകൊണ്ട് ഞാനിതിൻ്റെ മേളിൽ വന്നിരിക്കുകയാണ്. പിന്നെ നമ്മളെ വ്ളോഗ് എഡിറ്റ് ചെയ്യാനുള്ള പരിപാടി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സ് ഡെയിലി വ്ളോഗ് സെറ്റ് ചെയ്യുന്നില്ല. ഡെയിലി വ്ളോഗ് സെറ്റ് ചെയ്യണമെങ്കിൽ ഡെയിലി കണ്ടൻറ് ഉണ്ടാക്കണം. കണ്ടൻറ് ഉണ്ടാക്കാനായിട്ട് ഇവിടുന്ന് അങ്ങനെ ഞാൻ അധികം പുറത്തിറങ്ങാറില്ല. പിന്നെ ഇപ്പോൾ അളിയൻ്റെ വ്ളോഗ് കാണുന്നതുകൊണ്ട് പുള്ളിയും കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ട് പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട്. നീ കണ്ടൻറ് ഉണ്ടാക്കണമെന്നും പറഞ്ഞ്, അല്ല വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടാക്കണമെന്നും പറഞ്ഞ്. അങ്ങനെയൊക്കെ ഇപ്പോൾ എല്ലാവരും പ്രോത്സാഹനമാണ് വന്ന്. അത് കാരണം ചുമതല ഇത്തിരി കൂടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇനി തൊട്ടുള്ള വ്ളോഗുകൾ നല്ല ക്ലിയർ ആൻഡ് അല്ലെങ്കിൽ ഒരു ഹൈ ക്ലിയർ വോയിസൊക്കെ ഉള്ള നല്ല സെറ്റ് സാധനം ഇറക്കാനുള്ള പരിപാടിയാണ്. ഇനിയുള്ള വ്ളോഗുകളെല്ലാം കറക്റ്റ് കിടില സാധനങ്ങളായിട്ട് ഇറക്കാം. ഇതുവരെയുള്ള വ്ളോഗ് ഇടും ഞാൻ വെറുതെ ചുമ്മാ ജസ്റ്റ് എഡിറ്റ് ചെയ്തങ്ങ് കിട്ടുന്നേ ഉള്ളൂ. വേറെ കാര്യമായിട്ട് അതിൻ്റെ പുറത്തോട്ടൊന്നും ഇരിക്കാറില്ല. ഞാൻ രാത്രി ഉറങ്ങാൻ നേരത്താണ് വ്ളോഗ് ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നത്. കിടക്കുമ്പോഴത്തേക്ക് നേരെ കുറച്ച് നേരം പുതപ്പം അങ്ങോട്ട് തലവഴി മുടിയിച്ച് അങ്ങോട്ട് വോയിസ് ഓവർ അങ്ങോട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇനി തുടർന്നുള്ള വ്ളോഗുകൾ നല്ല കിടിലം വ്ളോഗുകൾ വരും. ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ വ്ളോഗായിരിക്കും, വലിയ വ്ളോഗൊന്നും വന്നിട്ടില്ല. കുഞ്ഞു കുഞ്ഞു വ്ളോഗുകൾ. പിന്നെ അതിലും കുഞ്ഞതാണെങ്കിൽ ഷോർട്സിൽ വീഡിയോ വരും. എനിക്ക് തോന്നുന്നു 2 ഷോർട്സ് വരാൻ കിടക്കുന്നുണ്ട്. ഒന്ന് എനിക്ക് തോന്നുന്നു ഞാനും കൊച്ചും കൂടെ മോർണിംഗ് വാക്ക് പോയത്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ അത് വന്നിട്ടുണ്ട്, പബ്ലിക്കായിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിലത് പബ്ലിക്കായിട്ടില്ല, വരുന്നതേ ഉള്ളൂ വീഡിയോ. പിന്നെ ഒരു ഷോർട്ട് വ്ളോഗ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അപ്ലോഡാണ്. അത് 11-ാം തീയതി വരും. മറ്റത് 9-ാം തീയതിയാണ് തോന്നുന്നു വരുന്നത്. 9-ാം തീയതിക്കാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. മറ്റത് 11-ാം തീയതിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മെയിൻ വ്ളോഗ് പോലെ ഇതും കയറി വരും. ഇത് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ എന്തായാലും കറങ്ങാൻ വന്നതല്ല, ജോബിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കണ്ടൻറ്റുകൾ കുറച്ച് പ്രതീക്ഷിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെയിലി വ്ളോഗായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. ചെറിയ ഷോർട്ട് വ്ളോഗായിട്ട് ഷോർട്ട് കണ്ടൻറ്റിൽ വരും. അതിൽ ഇച്ചിരി വലുതാണെങ്കിൽ മെയിൻ വ്ളോഗ് പോലെ ചെറുതായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈവ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 ലൈവ് എനിക്ക് തോന്നുന്നു, 3 ലൈവ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ രാത്രിയായിട്ട് നമ്മൾ ലൈവൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാറ്റ്. പിന്നെ ഇവിടെ ഇരുട്ട് പോലും ആയിട്ടില്ല. ഇവിടെ പകൽ കൂടുതലാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇതുവരെ ഇരുട്ടായിട്ടില്ല. ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല കിടിലം വെട്ടം. അതാണ് ഞാൻ ഇതിൻ്റെ മേളിൽ വന്നിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ. ഞാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലും, ഇപ്പോൾ പൂനെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ മറ്റേ ഡെയിലി വ്ളോഗ് ഷോർട്ട് വ്ളോഗ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഞാൻ എപ്പോഴും ടെറസിൻ്റെ മെണ്ടയിൽ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇങ്ങനെ വന്നിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മേളിൽ അധികാരുടെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒരു പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ബ്രാൻഡുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. അപ്പോൾ
വേറൊന്നുമില്ല. നിങ്ങളുടെ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അഭിപ്രായങ്ങളോ നമ്മുടെ വ്ലോഗിന് എന്തെങ്കിലും കുറവുകളോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ മസ്കറ്റ് വ്ലോഗ് വന്നപ്പോൾ തന്നെ ഇവിടെ ഉള്ളവർ കമൻറ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്, വെൽക്കം ടു മസ്കറ്റ്. അപ്പം അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങളെന്തായാലും ആ വ്ലോഗ് കണ്ടിട്ട് വരിക. ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കാൻ വന്നേ ഉള്ളൂ. പിന്നെ ഒരു ഷോർട്ട് വ്ലോഗ് കൂടെ വന്നുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതിൻ്റെ അതും എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഗെയിമിംഗ് ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ അത് സബ് ചെയ്തിട്ടൊക്കെ അതിനകത്ത് നമ്മൾ ചെറിയ ലൈവൊക്കെ ഇടുന്നുണ്ട്. ഇപ്പം മറ്റേ ലെവൽ ഡെവിൾ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാൻഡ് ക്രിമിനൽ വൈസ്റ്റ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്, ഓപ്പൺ വേൾഡ് ഗെയിം. അതാണ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണ്ടൻറ്റുകൾ ഇന്നലെ എനിക്ക് ലൈവ് ഇട്ടില്ല, മിനിഞ്ഞാന്ന് ലൈവ് ഉണ്ടായിരുന്നു, രാത്രിയിൽ അതിന് രാവിലെ ഉണ്ടായിരുന്നു. ഈ വീഡിയോക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ലൈവ് ഇടാനൊരു പ്ലാനുണ്ട്. നോക്കട്ടെ, സെറ്റാക്കുവാണ് എന്ന് ഒരു വ്ലോഗ് വരും. ഇന്ന് എത്രാം തീയതിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ 6-ാം തീയതിയാണ്, വെള്ളിയാഴ്ചയാണിന്ന്. ഇത് എന്നാണ് പബ്ലിക് ആണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കണ്ടൻറ്റ് ഇങ്ങനെ പെൻഡിങ് ഉള്ളതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ഉണ്ടാകും, ഡിലേ കാണും. ഇപ്പോൾ എടുക്കുന്നത് ജൂൺ 6-ാം തീയതിയാണ്. ഈ ജൂൺ 6-ാം തീയതി ഇന്ന് രാവിലെയാണ് നമ്മൾ അമ്പലത്തിലും പോയത്. അപ്പോൾ ചെറിയ കുറച്ച് കാഴ്ചകളുണ്ടാകും, നിങ്ങളെന്തായാലും കണ്ടിട്ട് വരിക. അപ്പം വെൽക്കം ടു മസ്കറ്റ് സീരീസ് വ്ലോഗ്. ഇതെല്ലാം ഇനി മസ്കറ്റ് സീരീസ് വ്ലോഗ് പോലെയാണ് വരുന്നത്. അല്ലെങ്കിൽ മസ്കറ്റ് സീരീസ് വ്ലോഗിൽ ഡെയിലി വ്ലോഗ് അല്ലാത്ത വ്ലോഗുകളാണ് ഇനി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അനദർ വ്ലോഗ്. നമ്മളങ്ങനെ രാവിലെ തന്നെ ഇറങ്ങി 6:55 ആയിട്ടുണ്ട്. എല്ലാവരും 5 മണിക്ക് കഴിഞ്ഞിട്ട് കുളിച്ച് പെട്ടെന്ന് റെഡിയായി പോവുകയാണ്. കാര്യം അവിടെ എന്തോ 7 മണിക്കുള്ളിൽ ആ അമ്പലം അടയ്ക്കുമെന്നാണ് പറഞ്ഞത്. അതൊരു ഭഗവതിയുടെ അമ്പലം ഏതാണ്ടാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അളിയന് വണ്ടി ഓടിക്കുന്നു, അമ്മ അവിടെ കൊച്ചിനെ പിടിച്ചിരിക്കുന്നു, ചേച്ചി അവിടെ ഇരിക്കുന്നു. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാറിയെന്നേ ഉള്ളൂ. എല്ലാവർക്കും ഞാനിപ്പോൾ വ്ലോഗ് എടുക്കുന്ന കാരണം, ഇപ്പോൾ വീഡിയോ വരുന്ന കാരണം എല്ലാവർക്കും നാണമാണ്. അത് കാരണം എല്ലാവരും വിഴിഞ്ഞ് മാറുന്നതേ ഉള്ളൂ. ഒരു സിഗ്നൽ വന്നിട്ടുണ്ട് തുടക്കം തന്നെ. അങ്ങനെ നമ്മുടെ പൊടിക്കുപ്പി ഇരുന്ന് എന്തൊക്കെയോ വർത്താനം പറയുന്നു. നമ്മൾ സിഗ്നലിൽ നിൽക്കുകയാണ്. ദാണ്ട അമ്മ അവിടെ ഇരിക്കുന്നു, ചേച്ചി അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും വ്ലോഗ് എടുക്കുന്ന കാരണം എല്ലാവരും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളുമാണ്. നീ അത് വീഡിയോ എടുക്കുക, ഇത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ കേൾപ്പിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒച്ചയും ബഹളം കാണുമായിരിക്കും. അതുകൊണ്ട് കൊച്ചിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബഹളം വെക്കുന്ന കാരണം അതും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെയും വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നീ അതെടുക്കടാ ഇതെടുക്കടാ ഞങ്ങളെടുക്കരുതെന്ന് പറഞ്ഞു. അളിയൻ വണ്ടി ഓടിക്കുന്ന ഇടയ്ക്കും ഒന്ന് തല കാണിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്നെ കാണിക്കരുത് വ്ലോഗിനകത്ത് എന്നാണ് പറഞ്ഞത്. ഇതിവിടുത്തെ ഏതൊരു പുഴയെന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഒരു വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇപ്പം വറ്റി വരണ്ട് നിൽക്കുവാണ്. പിന്നെ അങ്ങോട്ട് പോകുന്ന റൂട്ട് കിടിലിനാണ്, നല്ല കിടിലൻ റൂട്ടാണ്. ഞാൻ പിന്നെ എന്നെ കാണിക്കുന്നുണ്ട്. അപ്പുറം കൂടെ ചേച്ചി വിളിഞ്ഞ് നോക്കിയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ പൊടികുപ്പി അവിടെ ഇരുന്ന് എന്തൊക്കെയോ അമ്മയായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്നോ എവിടെ ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് പറയാൻ അറിയത്തില്ല. കാര്യം ഞാൻ ഇവിടുത്തെ റൂട്ടൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മളിത് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മറൈൻ ഡ്രൈവ് പോലത്തെ ഒരു സ്ഥലമാണ്. അതായത് ഷിപ്പൊക്കെ ഉള്ള ഇവിടുത്തെ മസ്കറ്റ് ടൂറിസത്തിൻ്റെ മെയിൻ പ്ലേസാണ്. മസ്കറ്റ് ടൂറിസത്തിൽ മെയിൻ പ്ലേസാണിത്. ആ ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളവിടുത്തെ ഒരു മറൈൻ ഡ്രൈവ് സെറ്റപ്പ്. ഇവിടെയൊക്കെ നടക്കാൻ ആൾക്കാർ വരും. പിന്നെ തൊട്ടപ്പുറത്തൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കപ്പലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ടൂറിസം പ്ലേസാണ്, കണ്ടോ. നല്ല ഗാർഡൻ സെറ്റപ്പൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു കിടിലൻ ലൊക്കേഷനാണ് കാണാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വന്ന റൂട്ട് കാണാൻ കൊള്ളാം. പിന്നെ ഞാൻ എന്തായാലും കണ്ടൻറ്റ് എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് വ്ലോഗ് അങ്ങോട്ട് എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ചേച്ചി ഇരുന്ന് ഓരോരോ കമൻറ്റ് പറയുന്നുണ്ട്, നീ അത് എടുക്കടാ, ഇത് മറ്റേ മസ്കറ്റിലെ മെയിൻ ടൂറിസമാണ്, നീ ഇതെടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സജഷൻസ് അവിടുത്തെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളൂ. ഞാൻ പക്ഷേ വീഡിയോ മ്യൂട്ടാക്കിയതാണ്. നമ്മളിത് അങ്ങനെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇതാണ് അമ്പലം. അകത്ത് വീഡിയോ ഫോട്ടോഗ്രാഫി എല്ലാം പ്രൊഹിബിറ്റഡാണ്, അല്ലെങ്കിൽ വീഡിയോ ഒന്നും റെസ്ട്രിക്റ്റഡാണ്, എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പുറത്തെ കാഴ്ചകൾ കാണിക്കാം. പിന്നെയാണ് അറിഞ്ഞ അകത്ത് വീഡിയോ എടുക്കാമെന്ന്. വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ കയറി എടുക്കരുത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ബേസ് അമ്പലമാണ്, ഒരു ഭഗവതിയുടെ അമ്പലമാണ്. കണ്ട, ഇതാണ് അമ്പലം. നമ്മളൊരു ഗുരുദ്വാരയൊക്കെ ഈ ഒരു പഞ്ചാബ് സ്റ്റൈൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഇത് ഉണ്ടായത്. അവർ പ്രസാദമൊക്കെ കഴിച്ച് അവിടെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം, നീ അതെടുക്കടാ ഇതെടുക്കടാ എന്ന് പറഞ്ഞ് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ സെൽഫി എടുക്കുമെന്നും പറഞ്ഞ് പറ്റിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ
ഓരോരോ മരങ്ങളുടെ വേരൊക്കെ നോക്കി അതൊക്കെ എന്താണെന്നും ഏതാണെന്നൊക്കെ ഉള്ള അന്വേഷണത്തിലാണ് അവിടെ. അപ്പോൾ ഇയാൾ ഞാൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട്. വണ്ടിക്ക് വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് വേറെന്തോ ശിവൻ്റെ ഏതാണ്ട് ഒരു അമ്പലം കൂടിയുണ്ട്. നമ്മളിനി അങ്ങോട്ടും കൂടെ പോകുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ അപ്പുറത്തെ സൈഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ, ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം അല്ലെങ്കിൽ ട്രാഫിക് റൂൾസ് അത് പാലിക്കുന്ന കാര്യത്തിലായാലും അതിൻ്റെ ട്രാഫിക് സിസ്റ്റമാണെങ്കിലും ഒരു രക്ഷയില്ല. കണ്ടോ, ഒരു ബഹളമോ ഒരു തിരക്കോ ഒരു ഹോണടിയോ ഇല്ലാണ്ട് ശാന്തമായി കിടക്കുന്ന വഴി. പിന്നെ ഇന്ന് അവധി ആയതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്ത. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട കാഴ്ചകൾ തന്നെയാണിത്. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടെ കണ്ടാൽ. നമ്മളവിടുത്തെ ഒരു മറൈൻ ഡ്രൈവ് ആ ഒരു സെറ്റപ്പാണ്. സൈഡിൽ കൂടെയൊക്കെ നടക്കാം. വൈകിട്ടൊക്കെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ട്, വാട്ടർ എന്താണ് നമ്മുടെ ഈ ഒരു വെള്ളം ചാടുന്ന ഒരു സെറ്റപ്പ്. അങ്ങനത്തെ ഇതൊരു മെയിൻ ടൂറിസം പ്ലേസാണ് മസ്കറ്റിൽ. നമ്മളങ്ങനെ അടുത്തൊരു ശിവൻ്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. കാർ പാർക്കിങ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വായി നോക്കി നിൽക്കുകയാണ്. സമയം 7:50 ആയിട്ടുണ്ട്. അവിടുത്തെ നട അടച്ചു. ഇതൊരു ശിവൻ്റെ അമ്പലമാണ്. അവിടെ നിന്നും കുറച്ചുകൂടെ ദൂരമുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഇവിടെ മസ്കറ്റിലാപ്പാടെ ഈ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ. നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടി, പാഴ്സൽ മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇനി ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പാഴ്സലൊക്കെ മേടിച്ച് ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. അളിയൻ്റെ ചായ അവിടെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ ചായ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അളിയനപ്പോഴത്തേക്ക് ചേച്ചിക്കും അമ്മയ്ക്കുള്ള ചായയും കൊണ്ട് അങ്ങോട്ട് വണ്ടിയിലേക്ക് പോയിരിക്കുകയാണ്. നമ്മളൊക്കെ പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. പാഴ്സൽ മേടിച്ച് പുറത്തോട്ട് പോവാണ്. അപ്പോൾ ഇത്രയുള്ള പരിപാടി, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇതൊരു മലയാളി ഹോട്ടലാണ്. കരിമ്പമ്പാല എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇതാണ് ഹോട്ടൽ അവിടെ കാണുന്നതാണ് ഹോട്ടൽ. കരിമ്പമ്പാല എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഈ സ്ഥലം അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. ബായ്.